ഹലോ ഓൾ, ഡോക്ടർ ആഷിഖാണ് ഫ്രം ബാട്ടിയ കാലിക്കറ്റ്. നീറ്റ് MDS 2025 നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. ഏപ്രിൽ 19 നമ്മുടെ എക്സാം ഡേറ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 18 ഓൺവേർഡ്സ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ് ടു മാർച്ച് 10 വരെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉള്ളത്. സോ നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റ് വഴി ഒന്ന് നടന്നു നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ എല്ലാവരും കംപ്ലീറ്റ്ലി കാണുക. എനി കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യാം. അതിൽ ഏറ്റവും ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡേറ്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫെബ്രുവരി 18 3 o'clock മുതലാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ് ടു മാർച്ച് 10 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻസ് ചെയ്യാന്നുള്ളതാണ്. അപ് ടു 11:55 PM വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ സമയം അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഏർലി ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ രജിസ്ട്രേഷൻസ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ സെൻറ്റേഴ്സ് അവൈലബിൾ ആവാനും നിങ്ങൾ ആഗ്രഹിച്ച സിറ്റി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. അപ്പോൾ ഏർലി ആയിട്ട് തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, എഡിറ്റ് വിൻഡോ. നിങ്ങൾ ഇനീഷ്യൽ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ സമയമാണ് നമുക്ക് മാർച്ച് 14 ഓൺവേർഡ്സ് അപ് ടു മാർച്ച് 17 വരെ. നിങ്ങൾക്ക് എന്തുണ്ട്, രജിസ്ട്രേഷൻസ് എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്താനുള്ള സമയമാണ് മാർച്ച് 14 മുതൽ 17 വരെ എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രജിസ്ട്രേഷൻ സമയത്ത് തെറ്റിക്കാണ്ട് നിങ്ങൾ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ നെയിമാണ്, നാഷണാലിറ്റിയാണ്, ഇമെയിൽ നമ്പർ ആൻഡ് മൊബൈൽ നമ്പർ ആൻഡ് ടെസ്റ്റ് സിറ്റി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ ഒരു എഡിറ്റ് വിൻഡോ നമുക്ക് ഓപ്പൺ ആവും. അത് 27 മാർച്ച് തൊട്ട് 31 മാർച്ച് വരെയാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സമയത്ത് ഓപ്പൺ ആവുന്ന സെക്കൻഡ് എഡിറ്റ് വിൻഡോ ഉണ്ടാവുക. ഇതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന മെയിൽ ഐ ഡിയും നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലോട്ടാണ് ഡിഫറെൻറ്റ് നോട്ടിഫിക്കേഷൻസും ബാക്കി കാര്യങ്ങളും വരിക. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കൊടുക്കുന്ന മെയിൽ ഐ ഡിൻ്റെ പാസ്വേഡും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണം. നിങ്ങൾ തന്നെ മാനേജ് ചെയ്യുന്ന ഒരു കാര്യമാവണം. അല്ലെങ്കിൽ നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾ മാനേജ് ചെയ്യുന്ന ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അതിലാണ് ബാക്കി എഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും ബാക്കി ടൈപ്പ് ഓഫ് നോട്ടിഫിക്കേഷൻസ് എല്ലാം വരിക എന്നുള്ളതാണ്. അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ഇൻക്ലൂഡിങ് നിങ്ങളെ സെൻറ്റർ ഓഫ് സിറ്റി എവിടെയാണ് വരുന്നത് അടക്കം ഏപ്രിൽ 15 നമുക്ക് എന്താവുക, അഡ്മിറ്റ് കാർഡ് റിലീസ് ആവുന്നുണ്ടാവുക. എക്സാം ഡേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏപ്രിൽ 19 ബൈ മാർച്ച് 19 നമ്മളെ റിസൾട്ട്സ് വരുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇനീഷ്യലി മിസ്റ്റേക്സ് വരുത്താണ്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നെയിം, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, അതായത് ടെസ്റ്റ് സിറ്റി, ഇതെല്ലാം തെറ്റാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓൾസോ ഇമെയിൽ ഐ ഡി, പാസ്വേഡ്, മൊബൈൽ നമ്പർ വളരെ സൂക്ഷ്മതയോടുകൂടി യൂസ് ചെയ്യുന്ന രീതിയിൽ അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ബിഫോർ നിങ്ങൾ അപ്ലൈ ചെയ്യാനിരിക്കുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി എടുത്ത് വെക്കണം. ആ ഒരു കാര്യമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എടുത്ത് വെക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പാരൻസ് നെയിം, അതൊക്കെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങൾ കുഹാസിൽ കൊടുത്ത സർട്ടിഫിക്കറ്റ് ബേസ് ചെയ്തിട്ടൊക്കെ ഒരു ത്രൂ ഔട്ട് ഒരു ഡാറ്റ തന്നെ എല്ലാത്തിലും അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു. നാലാമത്തെ കാര്യം, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ആണ്. അഞ്ചാമത്തെ കാര്യം, നിങ്ങളുടെ അഡ്രസ്സാണ്. ആറാമത്തെ കാര്യം, നിങ്ങളുടെ കോളേജ് ഡീറ്റെയിൽസ് ആണ്. ഓൾസോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി. പിന്നെ DCA രജിസ്ട്രേഷൻ നമ്പർ വേണം. ഓൾസോ കോഴ്സ് കംപ്ലീഷൻ ഡേറ്റ്, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിനാണ് നിങ്ങൾക്ക് CRRയും അതുപോലെ തന്നെ ഹുവാസിൻ്റെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ഡേറ്റും എൻഡിങ് ഡേറ്റും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഓൾസോ ഈച്ച് ഇയർ പെർസെൻറ്റേജ്, നമ്മൾ ഓരോ വർഷത്തെയും പെർസെൻറ്റേജ് നിങ്ങൾ എന്ത് ചെയ്യണം, ബൈ ടോട്ടൽ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാർക്ക് ലിസ്റ്റ് വേണം എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓൾസോ പാസ് പെർസെൻറ്റേജ്, ടോട്ടൽ പാസ് പെർസെൻറ്റേജ്, നിങ്ങളുടെ ടോട്ടൽ ഇയറിൻ്റെ മാർക്ക് കൂട്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അത് അപ്ലോഡ് ചെയ്ത് തീർക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പാർട്ട് 1 പാർട്ട് 2 ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ രണ്ടും കൂടി ക്ലബ്ബ് ചെയ്തിട്ടുള്ള മാർക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ തന്നെ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ ആവശ്യമായിട്ടുണ്ട്. അത് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നമ്മൾ പറയുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറയുന്ന രീതിയിലുള്ള സൈസും ഫോർമാറ്റും നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് കീപ്പ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കൊരു റിയൽ ടൈം ഫോട്ടോ എടുക്കാനുണ്ടാവും. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക, അതിനു വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ്. ഓൾസോ നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ,
അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുക. ഏറ്റവും ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്. കുറച്ചും കൂടി നിങ്ങൾക്ക് UPI അല്ലെങ്കിൽ ബാങ്ക് ഡയറക്റ്റ് നെറ്റ് ബാങ്കിങ് വഴിയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ അതിനുള്ള സൗകര്യങ്ങളും തയ്യാറാക്കുക. ബിഫോർ MDS ആപ്ലിക്കേഷൻസ് ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആപ്ലിക്കേഷൻസ് കൊണ്ടുപോകണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമുക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിലോട്ടൊന്ന് പോയി നോക്കാം. അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആദ്യം നമ്മളുടെ ഡേറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ സ്കോപ്പ് ഓഫ് MDS നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. MDS ഡിഫറെൻറ്റ് പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് ആൻഡ് കോളേജിലോട്ടുള്ള അഡ്മിഷൻസിന് വേണ്ടിയാണ് നടക്കുന്നത്. എക്സ്ക്ലൂഡിങ് എയിംസിലെ കോളേജിലോട്ടുള്ള അഡ്മിഷൻസ് അല്ലെങ്കിൽ PGIയിലുള്ള അഡ്മിഷൻസ് എന്തില്ല, NEET MDS വഴിയെല്ലാം നടക്കുക. ഇൻക്ലൂഡിങ് ആംഡ് ഫോഴ്സ് അടക്കം നമ്മളുടെ NEET MDS സ്കോർ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻസ് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇൻഫർമേഷൻസ് ഫോർ കാൻഡിഡേറ്റ്, നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ വായിക്കണം. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകുന്നത് എക്സാമിനേഷൻ ഫീസാണ്. എക്സാമിനേഷൻ ഫീസ് 3500 രൂപയാണ് ഫോർ ജനറൽ OBC WC കാറ്റഗറി സ്റ്റുഡൻസിന്. SC ST ആൻഡ് PWD കാറ്റഗറിക്ക് 2500 രൂപയാണ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, അടയ്ക്കേണ്ടി വരിക. ഇത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് UPI വഴി അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയൊക്കെ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾക്ക് അടക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 31 മാർച്ച് 2025 നിങ്ങളെ ഇൻറ്റേൺഷിപ്പ് കഴിയണം എന്നുള്ളതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. സോ ഇൻറ്റേൺഷിപ്പ് ഓൺഗോയിങ് ആയിട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ടാവും. അവരെ ഇൻറ്റേൺഷിപ്പ് 31 മാർച്ച് 2025 തീരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു NEET MDSന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓൾസോ നിങ്ങളെ യൂണിവേഴ്സിറ്റി ഡെഫിനറ്റ്ലി ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള DC രജിസ്ട്രേഷനുള്ള രീതിയിലാവണം എന്നുള്ളതാണ്. ഓൾസോ ഫോറിൻ MBBS അല്ലെങ്കിൽ ഫോറിൻ ഡെൻ്റൽ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് DCI എന്ത് ചെയ്യണം, കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. MDSൻ്റെ മാർക്കിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 4 മാർക്കാണ് ശരിയായ ആൻസറിന് ഉണ്ടാവുക, 1 എന്നുള്ള മാർക്കാണ് തെറ്റ് ഉണ്ടാവുക. ഓൾസോ അൺഅറ്റൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് 0 മാർക്കാണ്. NEET MDSൻ്റെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ റിവ്യൂ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ സമയം എൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പരിഗണിക്കും എന്നുള്ളതാണ്. ആ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം പരിഗണിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് റിവ്യൂ ചെയ്ത് വെക്കുമ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ച് റിവ്യൂ ചെയ്ത് വെക്കുക. എക്സാമിൻ്റെ സമയത്ത് റിവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പുള്ള ആൻസേഴ്സ്, നിങ്ങൾക്ക് ടൈം കറക്റ്റായിട്ട് അവൈലബിൾ ആണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ റിവ്യൂസ് കൊടുക്കുക. അല്ലാണ്ട് ചുമ്മാ റിവ്യൂ ഇട്ടതിന് ശേഷം കുറേ ആൻസേഴ്സ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടോട്ടലി നിങ്ങളെ നെഗറ്റീവിനെ ബാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, അത്രയും ഉറപ്പുള്ള അത്രയും സമയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാത്രം റിവ്യൂവിൽ ഇടുക. എക്സാം എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിവ്യൂ നിങ്ങളെ ഇതിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് കാര്യം. അടുത്തതിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ ഓൺലൈൻ രജിസ്ട്രേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തന്നു. അത് അപ്ലോഡ് ചെയ്യേണ്ട ഒരു രീതി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എക്സാം ഡേൻ്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾ ഏതെങ്കിലും അഡ്മിറ്റ് കാർഡ് പ്ലസ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ID ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടി വരിക. അത് നിങ്ങൾക്ക് വോട്ടർ ID ഉപയോഗിക്കാം, പാൻ കാർഡ് ഉപയോഗിക്കാം, പാസ്പോർട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആധാർ കാർഡ് ഉപയോഗിക്കാം. നിങ്ങൾ ഏത് ID ആണോ നിങ്ങൾ MDS ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തത് ആ ID തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി സേഫർ ആയിട്ടുള്ള കാര്യം എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കമ്മിങ് ടു നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സെൻറ്റേഴ്സ് ഫോർ NEET MDS. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സാണ് ഇത്തവണ NEET MDSന് വേണ്ടി അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ലാസ്റ്റ് ഇയർ ഒക്കെ അല്ലെങ്കിൽ കുറച്ചും കൂടി സെൻറ്റേഴ്സ് അവൈലബിൾ ആയിരുന്നു. ഇത്തവണ നമ്മൾ NEET PGൻ്റെ കൂടെ അല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് 26 സെൻറ്റേഴ്സാണ്, ഐ തിങ്ക് 26 സെൻറ്റേഴ്സാണ് നമുക്ക് ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ളത്. സോ എത്രയും പെട്ടെന്ന് തന്നെ അവൈലബിലിറ്റി നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സിറ്റി ചൂസ് ചെയ്ത് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. കേരളത്തിലാണെങ്കിൽ നമുക്ക് എറണാകുളം, കൊല്ലം, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ ഇത്രയും ജില്ലകളിൽ എന്തുണ്ടാവുക, സെൻറ്റേഴ്സ് ഉണ്ടാവുക. അപ്പോൾ നിയർ ബൈ പ്ലേസസ് നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പാർട്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് നിങ്ങളുടെ കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ റിസൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് ഇവിടെ ഈ സമയത്ത് വലിയ പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് പിന്നെ സമയത്ത് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് നമ്പേഴ്സും ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വളരെ ആക്റ്റീവ്ലി യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഓൾസോ നിങ്ങളുടെ ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന രീതികളും അതിൽ പ്രത്യേകം അത് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇമേജ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഏത് രീതിയിലുള്ള ഇമേജസ് ആണ് വേണ്ടത്, എത്ര KB ആണ്, അതിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓൾസോ ലെഫ്റ്റ് തമ്പാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരിക, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സിഗ്നേച്ചർ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലോട്ട് പോകും. നിങ്ങൾക്ക് ഒരു അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ ഫോം നിങ്ങൾക്ക് ഫൈനലി പുറത്തോട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ ബേസിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് തൊട്ട് നിങ്ങളെ കോഴ്സസിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടി വരിക. ഓൾസോ കുറേ പിള്ളേർ കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറീൻ്റെ ഫോം ഫില്ല് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്.
എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ റിസർവേഷൻസ് കൊടുക്കുക. നിങ്ങളിപ്പോൾ ഏത് റിസർവേഷനിലുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ റിസർവേഷൻ കാറ്റഗറി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ തയ്യാറാക്കി വെക്കുക. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ് വരുന്ന രീതിയിലുള്ള സൈനിങ് അതോറിറ്റിയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അത് തഹസിൽദാർ ഒക്കെയാണ് കുറച്ചും കൂടി ഒതൻറ്റിക് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവാം. സോ നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മളുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മളെ സൈറ്റിൽ ഓൾറെഡി EWSൻ്റെയും അതുപോലെ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ പാറ്റേൺ അവൈലബിൾ ആണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് തഹസിൽദാർ അക്കൗണ്ട് സൈൻ ചെയ്ത് മേടിക്കുക. ഓൾസോ പിള്ളേർ കൂടുതലായിട്ട് കൺഫ്യൂഷൻ ചോദിക്കുന്നത് നമ്മളെ ഇയേഴ്സ് ഓഫ് മാർക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സമ്മ് ചെയ്ത് പെർസെൻറ്റേജിൽ അപ്ലോഡ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും കൺഫ്യൂഷൻസ് ഉള്ളത് നമ്മുടെ ഫോട്ടോ, സിഗ്നേച്ചർ, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതെന്താണോ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറഞ്ഞത് അത് രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് മൂവ് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സിറ്റി സെൻറ്ററൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന രീതിയിലുള്ള സിറ്റികൾ സെലക്ട് ചെയ്ത് മൂവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പാനിക്കായി മൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ആപ്ലിക്കേഷൻസ് കൊടുക്കുക, നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന സിറ്റി സെലക്ട് ചെയ്ത് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണത്താൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു തെറ്റുകൾ വരുത്താത്ത കുറച്ച് ഏരിയ ഉണ്ട്, അവിടെ വരുത്താണ്ടിരിക്കുക. എന്തെങ്കിലും കാരണത്താൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആവും. ആ സമയത്ത് ആ നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ആ എഡിറ്റ് വിൻഡോ ഓപ്പൺ ആക്കി മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ബാക്കി നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അത്ര പാനിക്കായിട്ട് ടെൻഷനായിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. സമാധാനപരമായിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും കയ്യിൽ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലിക്കേഷൻസിന് വേണ്ടി പോവുക. അപ്ലിക്കേഷൻസിൻ്റെ എല്ലാം മെയിൻലി ഡീറ്റെയിൽസ് ആണ് ഇത്തവണ അപ്ലോഡ് ചെയ്യാനുണ്ടാവുക. ഫിസിക്കൽ ഫോംസ് ഒക്കെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്താണ് കുറച്ചും കൂടി കൂടുതലായിട്ട് ആവശ്യം ഉണ്ടാവുക. ഇപ്പോൾ എല്ലാത്തിൻ്റെയും രജിസ്ട്രേഷൻ നമ്പേഴ്സും അതിൻ്റെ ടോട്ടൽ സംഭവമൊക്കെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരിക. സോ എല്ലാവരും പ്രിപ്പറേഷൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. റിവിഷൻസ് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റിയ സമയമാണ്. അതിന് മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്ത് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ പ്രോസസ്സ് കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. തെറ്റുകൾ വരുത്താണ്ടിരിക്കുക, മാക്സിമം ട്രൈ ചെയ്യുക. ലൈക്ക് നിങ്ങൾ ഹറിബറി ആയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ മുകളിൽ പറഞ്ഞ ആ ഡീറ്റെയിൽസ് ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ പ്രോസസ്സിലോട്ട് കടക്കുക എന്നുള്ളതാണ്. ഓൾസോ ഇൻ്റർനെറ്റും വൈഫൈയും ഒക്കെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഇൻ ബിറ്റ്വീൻ കണക്ഷൻസ് ഒന്നും വരാത്ത രീതിയിൽ എന്ത് ചെയ്യുക, അതിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. നിങ്ങൾ പ്രിപ്പറേഷൻസ് ഏറ്റവും പേസ് ഇൻക്രീസ് ചെയ്യേണ്ട ഒരു സമയമാണ്, ലാസ്റ്റ് ടൈമാണ്. ഏറ്റവും അടിപൊളിയായിട്ട് റിവിഷൻസും ബാക്കി കാര്യങ്ങളും കൊടുക്കുക. മാക്സിമം ഗ്രാൻഡ് ടെസ്റ്റുകൾ എഴുതുക, MCQ സെൻട്രിക് ആക്കിയുള്ള പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. സോ NEET MDS 2025 എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവൈലബിൾ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ പ്രിപ്പറേഷൻസ് അടിപൊളിയായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, നല്ലൊരു മികച്ച ഒരു ഗവൺമെൻറ് MDS സീറ്റ്സ് നമുക്ക് അവൈലബിൾ ആവുക. സോ എല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.